സോ ഗൈസ്, ഞാനപ്പോൾ മോണിറ്റർ മേടിച്ചായിരുന്നു പുതിയതൊരെണ്ണം. ഞാനിതൊക്കെ സെറ്റാക്കിയിട്ടോ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. സോ ഇതാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ വർക്ക് സ്റ്റേഷൻ. ഈ ലാപ്ടോപ്പിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം എന്നല്ല, ഇപ്പോഴും ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. ഒരു 2 വർഷത്തോളം ഈ ലാപ്ടോപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡിസ്പ്ലേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു മോണിറ്റർ മേടിച്ചു. ബെൻക്യൂവിൻ്റെ GW2790Q 27 ഇഞ്ചിൻ്റെ മോഡലാണ്. 2K മോണിറ്ററാണ്. 27 ഇഞ്ച് ഉണ്ട്. വലുപ്പം അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് 13 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ്. കാണാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ലാപ്ടോപ്പിൽ മാത്രം നോക്കി ചെയ്യുമ്പോൾ. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ മോണിറ്റർ മേടിച്ചത്. പിന്നെ കീബോർഡൊക്കെ സാധാ കീബോർഡാണ്. പിന്നെ മൗസ് പോർട്രോണിക്സിൻ്റെ മൗസാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് മൗസാണ്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മോഡൽ വരുന്നത് ആസ് യൂസ് വിവോബുക്കാണ്. 16 GB റാം, 1 TB SSD വരുന്ന 4 GB ഗ്രാഫിക്സ് കാർഡ്, Intel i7 ആണ് വരുന്നത്. പിന്നെ GeForce RTX 2070 ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മൂവി പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. മൂവി പോസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് നിന്ന് എടുത്തതാണ്. പിന്നെ ഈ സൈഡ് CD ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ CD ഫാബ്രിക് പെയിൻ്റ് അടിച്ച് ഡിസൈൻ ചെയ്തതാണ്. അത് ഞാൻ കൊറോണ സമയത്ത് ഇരുന്ന് നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, അങ്ങനെ ഇരുന്ന് ചെയ്തതാണ്. ഇത് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്ന് കളർ പ്രിൻ്റ് എടുത്തതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ മോണിറ്റർ കുറേ ദിവസമായിട്ട് മേടിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് അടുത്തായി. പക്ഷേ അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്താ വെച്ചാൽ, മോണിറ്ററിൻ്റെ പ്ലഗ് വരുന്നത് 20 ആംപിയറിൻ്റെ പ്ലഗ്ഗാണ്. 20 26 ആംപിയറിൻ്റെ പ്ലഗ്ഗാണ്. സോ നമ്മുടെ എൻ്റെ റൂമിലുള്ള ബോർഡിൽ സാധാ ചെറിയ 10 ആംപിയർ സംതിങ് അവർ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ ഈ മോണിറ്ററിൻ്റെ പ്ലഗ് കുത്താൻ പറ്റുന്ന ഒരു ഇതില്ല. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. സോ ഇതാണ് എൻ്റെ റൂമിലുണ്ടായിരുന്ന പ്ലഗ്. ഇതിൽ പക്ഷേ ചെറിയൊരു ഇതാണുള്ളത്. ഇത് ഞാനിപ്പോൾ മോണിറ്ററിന് വേണ്ടിയിട്ട് പവർ പ്ലഗ് സെറ്റ് ചെയ്തതാണ്. ഇത് 20 ആംപിയറിൻ്റെ മുകളിൽ ഉള്ള പവർ പ്ലഗ്ഗാണ്. സോ ഇതാണ് മോണിറ്ററിൻ്റെ വയർ. അത് കണ്ടോ, വലിപ്പം കണ്ടോ, ഇതിൽ തന്നെ അറിയാനില്ലേ. സോ ഇന്ന് ഞാൻ ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് പവർ പ്ലഗ് സെറ്റ് ചെയ്തതാണ്. എന്നിട്ടാണ് എനിക്ക് മോണിറ്റർ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മറ്റേ വീഡിയോയിൽ ലാസ്റ്റാണ് ഞാൻ എല്ലാം മോണിറ്ററൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ കാര്യം മനസ്സിലായി. ഞാൻ പവർ പ്ലഗ് എടുത്തിട്ട് ഇതിൻ്റെ പുറകിലായിട്ടൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ട്. എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. എക്സ്റ്റൻഷൻ ബോർഡ് ചെറിയ ഇതാണ്, പ്ലഗ് കുത്താനുള്ള സ്പേസേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇലക്ട്രീഷ്യനെ കൊണ്ട് വരുത്തിപ്പിച്ച് പവർ പ്ലഗ് സെറ്റ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ മോണിറ്റർ മേടിച്ചപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തു. പിന്നെ ബാക്കി വീഡിയോ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം നല്ല മോണിറ്ററാണ് കേട്ടോ. സോ ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എഡിറ്റേഴ്സിന്, ഡിസൈനേഴ്സിനൊക്കെ പറ്റിയ ഒരു മോണിറ്ററാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.